2 മാസത്തെ അവധിക്ക് ശേഷം കുട്ടികളെല്ലാവരും സ്കൂളിലോട്ടൊക്കെ പോയി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് അവരിനി നേരിടാൻ പോകുന്ന ഒരു മേജർ പ്രോബ്ലം. അതായത് കാലാകാലങ്ങളായിട്ട് ഒരു പരിഹാരവും ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ് അവർ ഇനിയും നേരിടാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പല കുട്ടികളും സ്കൂളിലോട്ടും കോളേജിലോട്ടും വരാൻ ഉപയോഗിച്ചിരുന്നത് സ്കൂൾ ബസ്സോ കോളേജ് ബസ്സോ ഒക്കെ ആയിരുന്നു. പക്ഷേ അതിൽ ബാക്കിയുള്ള കുട്ടികളെല്ലാവരും സ്കൂളിലോട്ടും ഒക്കെ വരാനൊക്കെ കൊണ്ട് ഉപയോഗിച്ചിരുന്നത് പ്രൈവറ്റ് ബസ്സായിരുന്നു. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിൽ കാലാകാലങ്ങളായിട്ട് ഇതിനകത്തുള്ള കണ്ടക്ടർമാർക്ക് കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് പ്രകടിപ്പിക്കാറുണ്ട്. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാനും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല അടിയും വഴക്കുണ്ടായിട്ടുണ്ട്. സ്കൂളിൽ മാത്രമല്ല കോളേജിൽ പഠിക്കുമ്പോഴും. കാര്യം അമ്മാതിരിയാണ് ഈ പറയുന്ന കണ്ടക്ടർമാരുടെ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ. കാര്യം നമുക്കെന്തോ വലിയ ദാനമായിട്ട് എന്തൊക്കെയോ തരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവമാണ് ഇവർക്കുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ കറൻ്റ്ലി ആങ്കറായിട്ടുള്ള ഫോസ്റ്റീന നമ്മുടെ സുഹൃത്താണ്. അപ്പം ഫോസ്റ്റീനയുടെ അനിയനാണെങ്കിൽ സ്കൂളിൽ പോകുന്ന ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ കുട്ടി പറയുന്നുണ്ട്. ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഹലോ ഗൈസ്, എനിക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്ന് കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇന്നൊരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ടാണ് സംസാരിക്കാന്ന് വിചാരിച്ചത് കേട്ടോ. മെജോറിറ്റി ത്രൂ ഔട്ട് ദിസ് വീഡിയോ ഫുൾ എന്റെ ഓൺ പെർസ്പെക്റ്റീവ് ആട്ടോ. അപ്പം എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മെജോറിറ്റി പ്രൈവറ്റ് ബസ്സുകാരുടെ ഒക്കെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കണം, സ്റ്റുഡൻസിന് കൊടുക്കണ ഔദാര്യമാണ് ഈ കൺസെഷൻ എന്നുള്ള സംഭവം. ഞാനും എന്റെ ഫ്രണ്ട്സും തിരിച്ച് കോളേജിൽ നിന്ന് വരുമ്പോൾ തല്ലുണ്ടാക്കാനേ നേരമുള്ളൂ. ഇന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബ്രദർ അവൻ ഇന്ന് സ്കൂൾ തുറന്നുവല്ലോ. അപ്പോൾ ഇവർ കൺസെഷൻ ആണ് കൊടുത്തത് കേട്ടോ. അപ്പൊ ആ സമയത്ത് കണ്ടക്ടർ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഒരു സ്റ്റുഡന്റിനോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും തല്ലാൻ ചെല്ലുകയാണ് ചെയ്തത്. എനിക്ക് ശരിക്കും അത് കേട്ടപ്പം ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, കണ്ടക്ടർമാർക്കെല്ലാം ഈ കൺസെഷൻ കൊടുക്കുന്നതിന് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഇവൻ്റെ ഒക്കെ എന്തെങ്കിലും ഊരി പോകുന്നുണ്ടോ? കാര്യം നിങ്ങളെല്ലാം ഒരാളുടെ അണ്ടറിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ബസ്സിന് ഒരു മുതലാളിയാണ്. നിങ്ങളുടെ മുതലാളിയാണോ പറയുന്നത് കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കണ്ടെന്ന് പറയുന്നത്? അതോ നിങ്ങളുടെ സ്വതാല്പര്യം കൊണ്ടാണ് നിങ്ങൾ കൺസെഷൻ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? ആ കുട്ടിയുടെ അടുത്താണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ചെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. ഒപ്പം എന്താ പറയുക, തല്ലാൻ വരെ ചെന്നുള്ളത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഈ ബസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്തോ ഉണ്ണാക്കന്മാരായിട്ട് ഇരിക്കുകയായിരുന്നു. നിങ്ങൾ അത്യാവശ്യം പ്രായമുള്ള ഈ കുട്ടികളല്ലാതെ പ്രായമുള്ള ബസ്സിലെ യാത്രക്കാരായിട്ടുള്ള മറ്റു ആളുകളുണ്ടാവും. അപ്പം നിങ്ങളിത് കണ്ടുകൊണ്ട് കണ്ണു അടച്ചിരിക്കുകയാണോ? അങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കായിരിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. തല്ലാൻ വരിക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ ഏതെങ്കിലും ഈ ബന്ധത്തിലുള്ള ആളുകളെയൊക്കെ ആണെങ്കിൽ തല്ലിച്ചതച്ച് അവശനാക്കി ഏതെങ്കിലും ആശുപത്രി കിടക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇരുന്ന് വന്ന് പറയരുത് ഈ ബസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തെന്നുള്ളത്. ഇമാതിരി കണ്ടക്ടറിനെയൊക്കെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയില്ല ഈ നടന്ന ഇൻസിഡൻസ് ഒന്നും. അപ്പൊ നമ്മൾ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുത്തു. അതേപോലെ ചൈൽഡ് ലൈനിൽ നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്തു. ഓക്കെ, ലീഗൽ ഫോർമാലിറ്റീസ് അങ്ങനെ പോട്ടെ. ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയാലും കോളേജിലൊക്കെ പോകുമ്പോൾ കാണുന്ന സംഭവമാണ്, ചില സിറ്റുവേഷനുകളിൽ കണ്ടക്ടർ ഭയങ്കരമായിട്ട് ചൂടാവുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന സ്റ്റുഡന്റ് അല്ലേ ഒന്ന് പതുങ്ങും അല്ലെങ്കിൽ പേടിക്കും. എന്നിട്ട് എന്തോ ഇവർ തരുന്ന ഔദാര്യമാണ്, ഇവർക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലെയാണ് ഫുൾ എമൗണ്ട് അങ്ങ് കൊടുക്കും. എനിക്കിത് കാണുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, മക്കളെ നിങ്ങളുടെ ഒരിക്കലും ഒരു ഔദാര്യമല്ല ഈ കൺസെഷൻ എന്ന് പറഞ്ഞ സംഭവം. നിങ്ങളത് ചോദിച്ച് കാണിക്കേണ്ട ഒന്നാ. കാരണം നിങ്ങൾക്ക് ഗവൺമെന്റ് തരണ ഒരു അവകാശമാണ്. എനിക്ക് ശരിക്കും ഇന്ന് നമ്മൾ പോലീസ് സ്റ്റേഷൻ വന്നപ്പം ആ ഒരു സാറ് പറഞ്ഞ ഒരു ലൈനാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഒരിക്കലും ഒരു സ്റ്റുഡന്റിന്റെയും ഔദാര്യമല്ല, ഒരു സ്റ്റുഡന്റിനും കൊടുക്കണ ഔദാര്യമല്ല. ഇത് തന്നെയാണ് നിങ്ങൾ കുട്ടികളുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്. കാര്യം ബസ് കൺസെഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമല്ല, നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്ന അവകാശമാണ്. അതുകൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യുക. കാര്യം നിങ്ങൾ ഒരു ബസ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കൺസെഷൻ തരാൻ പറ്റില്ല എന്നൊരു കണ്ടക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ അയാളുടെ മുഖത്ത് നോക്കി പറയാം, എൻ്റെ പൊന്നേട്ടാ ഇത് ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്നിട്ടുള്ള ഒരു അവകാശമാണ്, ഞങ്ങൾക്ക് ഇത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ മുഖത്ത് നോക്കി പറയാം. അയാൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഏട്ടാ, എന്നാൽ പിന്നെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ പേര് പറയാം, ഞങ്ങൾ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തോളാം എന്ന് നിങ്ങൾ പറയാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് പറയാൻ ധൈര്യമുള്ളവർ മുഖത്ത് നോക്കി പറയാം, ഇല്ലാത്തവരൊന്നും മിണ്ടണ്ട, നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം ചെയ്തിട്ട് നേരെ ഈ ബസ്സിൻ്റെ നമ്പർ പ്ലേറ്റ് എഴുതിയെടുക്കുക. ശേഷം ആ ബസ്സിൻ്റെ പേര് ഓർത്ത് വെക്കുക. പിന്നെ എത്ര മണിക്കാണ് നിങ്ങൾ ആ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്തെന്നുള്ള ഓർത്ത് വെക്കുക. ആ കണ്ടക്ടറിൻ്റെ പേര് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഈ കണ്ടക്ടർമാരെല്ലാം കാക്കി ഉപയോഗിക്കണം, ബസ് ഓടിക്കുന്ന ആളും. പിന്നെ നെഞ്ചിൻ്റെ സൈഡിലാണെങ്കിൽ പോക്കറ്റിൻ്റെ അവിടെ ആയിട്ട് മറ്റേ നമ്പർ നെയിം പ്ലേറ്റ് ഒട്ടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കണ്ടക്ടറുടെ പേര് അറിയാനൊക്കെ ഉണ്ടോ. ഇപ്പം അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു സമയത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ കണ്ടക്ടറിൻ്റെ ഇതിട്ടാണ് ഇതും വെച്ചുകൊണ്ട് പോയി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക, അച്ഛനെ അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട്. ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചൈൽഡ് ലൈനിൽ പോയിട്ട് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വളരെ റൂഡായിട്ട് നിങ്ങളുടെ അവകാശം നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചൈൽഡ് ലൈനിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൈറ്റിലുള്ള ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഈ കണ്ടക്ടർ മാമൻ്റെ ചീട്ടങ്ങ് കീറട്ട പിള്ളേരെ അത്രേ ഉള്ളൂ. കാര്യം ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്തോരം ഞങ്ങളും ഇപ്പം ഫോസ്റ്റിനെ പറഞ്ഞ പോലെ ഞാനും ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ഈ പറയുന്ന കൺസെഷൻ്റെ കാര്യത്തിൽ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിട്ടുള്ളത്
ഞങ്ങൾ. കാര്യം ഞങ്ങൾക്ക് അന്നൊരു ബസ്സിൻ്റെ എന്താ പറയുക, ഒരു ശ്രീകുമാർ എന്ന് പറയുന്നൊരു ബസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ബസ്സിലൊരു കണ്ടക്ടറുണ്ട്, ഒരു പയ്യൻ എന്തോ ആയിരുന്നു. അപ്പം ഇവന് ഞങ്ങൾക്കാണെങ്കിൽ സീ തരാൻ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ വിചാരിച്ചു ഇവൻ എന്തായാലും ഇന്നത്തെ ദിവസം കൺസെഷൻ തരത്തില്ല, അപ്പോൾ അന്ന് നമുക്ക് പോയി ഇവനെ കയറി ബസ്സിനകത്ത് ഇട്ട് ഇടിക്കാം. ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഞങ്ങൾ നിന്നിരുന്നത്. എന്തോ ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ഇവനത് ഞങ്ങൾക്ക് സീ തന്നു, അത് വേറെ കാര്യം. അപ്പം നിങ്ങളാരും അങ്ങനെ അടിക്കാനും പിടിക്കാനൊന്നും പോയില്ല. അന്നത്തെ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോയതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ആരും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഓർത്തപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ബസ്സിൽ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് ഈ സീയുടെ പേരിൽ. ഇടയ്ക്ക് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്ര പറയുക 6 മണി വരെയോ അങ്ങാണ്ട് സീ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തോ ഒരു ദിവസം ഒരു കണ്ടക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, സീ തന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ തരാൻ പറ്റത്തില്ല, ഫുൾ എമൗണ്ട് എന്തോ തരണം എന്ന് പറഞ്ഞു. എന്തോ 6 മണി എന്തോ കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ. അപ്പോൾ ഇല്ല പറ്റത്തില്ല, അതാ മാടയാ കോടയെന്നൊക്കെ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തരുന്നെങ്കിൽ സീ തന്നിട്ടേ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യത്തുള്ളൂ, എന്തായാലും ഇല്ലെങ്കിൽ എന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ നേരെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അയാളൊന്നും വേണ്ടിയില്ല. എന്നിട്ട് ഞാൻ സീ തരാമെന്ന് പറഞ്ഞ് 1 രൂപ കൊടുത്തപ്പോഴത്തേക്കിന് ഇയാൾ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ട നീ അങ്ങ് യാത്ര ചെയ്തോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇയാൾ സിയും എൻ്റെ നിന്ന് പൈസ വാങ്ങട്ടെ, ഞാൻ പൈസ ഇല്ല അതിനകത്ത് ഓസിന് യാത്ര ചെയ്തോളാം എന്ന് പറഞ്ഞു. മുഖത്തൊക്കെ പറഞ്ഞു അത്രേ ഉള്ളൂ, വേണേ വാങ്ങിച്ചാൽ മതിയടേ, അത്രേ ഉള്ളൂ. ഇയാൾക്ക് മാന്യമായിട്ട് നമ്മൾ സിയുടെ പൈസ തരാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തതാണ്, അയാൾക്ക് വാങ്ങാൻ പറ്റിയില്ല, എല്ലാം വാങ്ങണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കുട്ടികളുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് തൻ്റെടമൊക്കെ കാണിച്ച് നിൽക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ. കൺസെഷൻ നിങ്ങളിങ്ങനെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നമ്മുടെ നാട്ടിലെ ചൈൽഡ് ലൈനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാവരും കൂടെ ഉണ്ട്. കൺസെഷൻ സീ തരാത്ത ഏതെങ്കിലും ഒക്കെ അവന്മാരെ കാണുകയാണെങ്കിൽ പൊന്നു മക്കളെ അവരുടെ ചീട്ടങ്ങ് കീറുക, അത്രയേ ഉള്ളൂ.